നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചേറ്റുവയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിൽ ആക്രമണം നടത്തിയ തൃപ്രയാർ സ്വദേശി ബിനു സ്വയൻ അറസ്റ്റിൽ. വിവാഹം വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി എസൻപുരം സ്വദേശി അറസ്റ്റിൽ. കയ്പമംഗലം കോപ്രക്കളം സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തി. വാർത്തകൾ വിശദമായി. ചേറ്റുവയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുവ തേർവീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. മദ്യപിച്ച് സ്ഥിരമായി ഉപദ്രവിക്കുന്നത് കാരണം ഭാര്യയായ സിന്ധു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ഇതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായത്. സെപ്റ്റംബർ 11 ഉച്ചയ്ക്ക് 2:30 മകളുടെ പുസ്തകങ്ങൾ എടുക്കാനായി മകളോടൊപ്പം മനോജിന്റെ വീട്ടിലെത്തിയ സിന്ധുവിന് വീടിന്റെ മുൻവശത്ത് നിൽക്കുകയായിരുന്ന മനോജ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് സിന്ധുവിന്റെ പുറത്ത് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിനാണ് മനോജിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. മനോജിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2024 വർഷത്തിൽ ഒരു അടിപിടി കേസുണ്ട്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷൈജു NB, സബ് ഇൻസ്പെക്ടർമാരായ രഘു, മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, സുരേഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ, ജിഷ്ണു, റിഷാദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിൽ ആക്രമണം നടത്തിയ തൃപ്രയാർ സ്വദേശി ബിനു സ്വയൻ അറസ്റ്റിൽ. തൃപ്പയാർ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് പഴുവിൽ സ്വദേശി അന്തിക്കാടൻ വീട്ടിൽ 55 വയസ്സുള്ള ഗോപി എന്നയാളെ മദ്യലഹരിയിൽ ഇഷ്ടിക കൊണ്ട് മുഖത്തടിച്ചും മറ്റും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് തൃപ്പയാർ സ്വദേശി ചേർക്കര തണ്ടയാൻ വീട്ടിൽ ബിനു സ്വയൻ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വലപ്പാട് പോലീസ് സ്റ്റേഷൻ റൌഡിയായ ബിനു സ്വയൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 അടിപിടി കേസിലും സ്ത്രീകളെ മാനഹാനി വരുത്തിയ ഒരു കേസിലും സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയയാക്കി തട്ടിപ്പ് നടത്തിയ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വിവാഹം വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി എസൻപുരം സ്വദേശി അറസ്റ്റിൽ. മദ്യലകത്തെ യുവതിയെ പ്രണയം നടിച്ച് വശീകരിച്ച് വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന് എസൻപുരം കരിനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള ശ്രീജിത്ത് എന്നയാളെ മദ്യലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീജിത്ത് 2021 വർഷത്തിൽ മദ്യലകം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. കയ്പമംഗലം കോപ്രക്കളം സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തി. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊപ്രക്കളത്ത് നടത്തിയ ഗതാഗത ക്രമീകരണം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ഹൈവേയുടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം കൃത്യമായി മൂടാത്തതുമൂലം വാഹനങ്ങൾ മുട്ടിയുറഞ്ഞാണ് പോകുന്നതെന്നും സമരക്കാർ ആരോപിച്ചു. കൂടാതെ കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ് തുടങ്ങുന്ന ഭാഗത്ത് മാസങ്ങളായി തകർന്നു കിടക്കുന്ന ഭാഗം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഗതാഗത യോഗ്യമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോ കൺസ്ട്രക്ഷൻ കമ്പനിയോ തയ്യാറാവുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. ഹൈവേ നിർമ്മാണം ശാസ്ത്രീയമായി നടത്തി ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികളും UDF നേതാക്കളും സമരവുമായി രംഗത്തെത്തിയത്. കൊപ്രക്കളം സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം CJ പോൾസൺ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ പോൾസൺ, പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുൾ റഹ്മാൻ, നേതാക്കളായ CJ ജോഷി, KB അനിൽകുമാർ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, PN ദാസൻ എന്നിവർ സംസാരിച്ചു. ഇതിനുവേണ്ടി ഒരു മുന്നൊരുക്കം നടത്താതെ കൃത്യമായിട്ട് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൻ്റെ സൈഡിലെ കുഴികളടച്ച് അവിടെ കൃത്യമായിട്ട് കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും കടന്നു പോകാനും സൗകര്യമൊരുക്കാതെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതുകൂടാതെ പടിഞ്ഞാട്ട് പോകുന്ന ഈ കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡിൻ്റെ തുടക്കം അവിടെ തകർന്നു കിടന്നിട്ട് മാസങ്ങളായി
കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് അവിടെ പൈപ്പിൻ്റെ വെള്ളം പൊട്ടി വന്നിരുന്ന വെള്ളക്കെട്ട് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുഴി രൂപപ്പെട്ടു. അന്ന് മുതൽ 5-8 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കാര്യം നിരന്തരം അവരോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അവർ കറക്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പടിഞ്ഞാറുന്ന് വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് 2 വീലറുകാർ നിരന്തരമായിട്ട് അപകടത്തിൽപ്പെടുന്നൊരവസ്ഥ. ഇങ്ങനെ ഈ ട്രാഫിക്, ഈ കഞ്ചഷൻ വന്നപ്പോൾ ഒരു വണ്ടികൾ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ, ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയും ഒരു 4-5 ദിവസം മുമ്പ് തുടങ്ങിയതിന് തൊട്ട് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ ശിവാലയ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ ജനപ്രതിനിധികളായിട്ടുള്ള MLA അതുപോലെ പഞ്ചായത്തും ഒക്കെ ആയിട്ട് ഇവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പരിഹരിക്കാമെന്ന് പറയാതെ ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല. നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞ് ഈ ഹൈവേയുടെ പണി ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്ന് ഒരു മരണം ഉണ്ടാകുമ്പോഴാണ് അത് കണ്ണു തുറന്നെന്തെങ്കിലും അതിനൊരു പരിഹാരം ആയി കാണുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നത് പോലെ ഈ കൂരിക്കുഴി ബീച്ച് റോഡിലേക്കുള്ള ആ റോഡിൻ്റെ തുടക്കം വളരെ ദയനീയമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ 2 ലൈൻ വണ്ടികൾ ഇതിൽ പോകുന്നു. ആളുകൾ വന്ന് എങ്ങനെയെങ്കിലും ആ ഇതിലേക്ക് ഇടിഞ്ഞ് വീഴാവുന്ന സന്ദർഭങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പല സമയത്തും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി, ഒരു സംവിധാനവും ഈ കോൺട്രാക്ട് LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ വികസന മുരടിപ്പും കൊടുങ്കാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ചായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ജാഥ CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. EK ദേവാനന്ദൻ അധ്യക്ഷനായി. PM അഹമ്മദ് പതാക ഉയർത്തി. ജാഥ ക്യാപ്റ്റൻ ER ജോഷി, വൈസ് ക്യാപ്റ്റൻ TV സുരേഷ്, മാനേജർ നൂറുൽ ഹുദ, NK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ നാളെ വൈകിട്ട് കാക്കാത്തുരുത്തി പള്ളിവളവിൽ സമാപിക്കും. INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മതനിരപേക്ഷതയും ഫെഡറലിസവും ജനാധിപത്യവും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള വലിയ പരിശ്രമമാണ് കേന്ദ്ര ഭരണകൂടം തന്നെ സംഘടിപ്പിക്കുന്നത്. അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിക്കാൻ ഈ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷവാദികളും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ കൊച്ചു കേരളമാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഫാസിസ നടപടികളോടുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഈ കൊച്ചു കേരളത്തെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു ശത്രുരാജ്യത്തെ നേരിടുന്ന വണ്ണം നേരിടുകയാണ്. ഈ കേരളം പ്രളയമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ മഹാമാരികൾ അരങ്ങേറുമ്പോഴും ഒക്കെ ഈ നാടിനെ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്കൊക്കെ ബാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 14 ഉൾപ്പെടുന്ന പെരിഞ്ഞനം 2-ാം വാർഡിലെ ഒരുമ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് SC പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 20 ലക്ഷം രൂപ ചെലവഴിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് നിർമ്മിച്ചു നൽകുന്നത്. റോഡിനോട് ചേർന്നുള്ള തോടിന്റെ ഭാഗം കെട്ടിയൊതുക്കി മുകളിൽ കൈവരി ഉൾപ്പെടെ സ്ഥാപിച്ചാണ് സിമന്റ് കട്ടകൾ വിരിച്ച റോഡ് നിർമ്മിച്ചു നൽകുന്നത്. 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി തുറന്നു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ RK ബേബി അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സായിദ മുത്തുക്കോയ തങ്ങൾ, സന്ധ്യ സുനിൽ, KG സജീവ് എന്നിവർ സംസാരിച്ചു. ഈ SC വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഒരുമ റോഡ് എന്ന് പറയുന്ന റോഡിന് വേണ്ടിയിട്ട് ഈ തോടിൻ്റെ സൈഡ് കെട്ടുന്നതിനും ഈ റോഡ് ടൈൽ വിരിച്ച് അറ്റം വരെ 200 ചില്ല മീറ്റർ 199 മീറ്റർ നീളത്തിൽ പണിയുന്ന റോഡാണ്.
അപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്ന രീതിയിലേക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലൈൻ ഇപ്പോൾ ബൾബ് ഇപ്പോൾ വരും. അപ്പോൾ വെള്ളവും വെളിച്ചവും വഴിയും അതിന് അനുബന്ധമായിട്ട് തോട് കെട്ടി സംരക്ഷിച്ച് കൈവരി കെട്ടിക്കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ വൃത്തിയുള്ള ഒരു റോഡാണ് 20 ലക്ഷം രൂപ SC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിവിഷൻ മെമ്പറുടെ നേതൃത്വത്തിൽ സാഹിത്യയും ബേബിയും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്തിന് അത് കൊടുക്കാനും കഴിഞ്ഞു. പക്ഷേ 25-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്ത പദ്ധതി നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. തൃശൂരിൽ CPM-നെ വെട്ടിലാക്കിയ ശബ്ദരേഖ വിവാദത്തിൽ നടപടിക്കൊരുങ്ങി പാർട്ടി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് പാർട്ടി ഇന്ന് നോട്ടീസ് നൽകും. ശബ്ദരേഖയുടെ ആരോപണങ്ങളിൽ 3 ദിവസത്തിനകം വിശദീകരണം നൽകണം. CPM മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണമാണ് ശബ്ദരേഖയിലുള്ളത്. ശരത് പ്രസാദിന്റെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പാർട്ടി തലത്തിൽ കൂടുതൽ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന. എന്നാൽ ശബ്ദരേഖ തന്റേതാണെന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നു. നേരത്തെ വർഷങ്ങൾ പഴക്കമുള്ള സംഭാഷണമെന്നായിരുന്നു ശരത്തിന്റെ പ്രതികരണം. അതേസമയം ആരോപണ അടിസ്ഥാനം രഹിതമാണെന്നും തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. വിഷയം പാർട്ടി പരിശോധിക്കുമെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. വിഷയത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ ഇതുവരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരണം നടത്തിയിട്ടില്ല. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാന്ത് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. വടക്കാഞ്ചേരി ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഒക്ടോബർ ആദ്യവാരത്തോടെ പൂർത്തീകരിക്കുമെന്ന് DMRM വ്യക്തമാക്കി. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈൻ വഴി നിർവഹിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു. അവസാനഘട്ട മിനുക്കുപണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. സ്റ്റേഷനിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത്, പ്ലാറ്റ്ഫോമിലുള്ള ഭാഗങ്ങൾ ലൈറ്റ് സ്ഥാപിക്കുന്നതും പരിഗണനയിലുണ്ടെന്നും DMRM പറഞ്ഞു. ഒക്ടോബർ ആദ്യവാരം തന്നെ ഉദ്ഘാടനം ഉണ്ടാവുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരിൽ മുത്തു തിരുവനന്തപുരം, നോർത്ത് റെയിൽവേ ഡിവിഷൻ എഞ്ചിനീയർ പ്രവീൺ കുമാർ, ഡിവിഷണൽ സിഗ്നൽ ആൻഡ് ടെലികോം എഞ്ചിനീയർ അജിത് കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കേച്ചേരി ആളൂരിൽ നിർത്തിയിട്ടിരുന്ന ബസിന് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ചിറ്റാട്ടുകര തിരുവത്ര സ്വദേശി വലിയകത്ത് വീട്ടിൽ ഹംസയ്ക്കാണ് പരിക്കേറ്റത്. തന്റെ ചിത്രകലയിലൂടെ വിസ്മയം തീർക്കുകയാണ് മച്ചാടിന്റെ സ്വന്തം കലാകാരൻ ഷാജു കുറ്റിക്കാടൻ. സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളുടെ ചുമരുകളിൽ ചിത്രരചന ആവിഷ്കാരം പ്രതിഫലിപ്പിക്കുകയാണ് ഷാജു കുറ്റിക്കാടൻ. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് പൈതൃക തനിമ ഒട്ടും ചോരാതെയുള്ള ആവിഷ്കാരങ്ങളാണ് ഷാജുവിൻ്റേത്. മെട്രോ ട്രെയിൻ വരെ എത്തി നിൽക്കുന്ന ഷാജുവിന്റെ കലാചാരുക ഒട്ടനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഈ കലാകാരൻ പാട്ടിലും അഭിനയത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ പുലിക്കളിയോടനുബന്ധിച്ച് ലഹരിക്കെതിരെയുള്ള ടേബ്ലയുടെ ശില്പിയും ഇദ്ദേഹമാണ്. നാട്ടുകാർ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ഷാജു കുറ്റിക്കാടന്റെ കയ്യൊപ്പും അനിവാര്യമാണ്. ചേറ്റുപുഴ മഞ്ഞിൻകരയിൽ എഴുത്തച്ഛൻ പറമ്പിൽ മനോഹരന്റെ വീട്ടിൽ ലക്കി ബാമ്പ് പൂത്തത് ശ്രദ്ധേയമാവുന്നു. പൂച്ചെടികൾക്കൊപ്പം വെച്ച ചെടികൾക്ക് ഇപ്പോൾ 5 അടിയിലധികം ഉയരമുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷം പ്രത്യേക സുഗന്ധം പരത്തിയാണ് ഇവ വിടരുന്നത്. രാവിലെ ആയാൽ ഇവ വാടി തുടങ്ങും. ഈ അപൂർവ കാഴ്ച ആസ്വദിക്കാൻ സമീപവാസികൾ എത്തുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം ഉറക്കം കെടുത്തുമ്പോൾ അധികാരികൾക്ക് മുമ്പിൽ പരാതിയുമായി നിൽക്കുകയാണ് ഒരു കുടുംബം. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ടോളിന് സമീപം താമസിക്കുന്ന ഞാവേലി പറമ്പിൽ ഷാനവാസും കുടുംബവുമാണ് ഭീതിയുടെ നിഴലിൽ കഴിയുന്നത്. 1980-ൽ ദേശീയപാത വികസനത്തിനായി ഷാനവാസിന്റെ കുടുംബം 35 സെന്റ് സ്ഥലം വിട്ടു നൽകിയിരുന്നു. ഇപ്പോൾ ദേശീയപാത നവീകരണത്തിനായി 1.5 സെന്റ് സ്ഥലം കൂടി വിട്ടുകൊടുത്തു. നിലവിൽ ദേശീയപാതയുടെ സർവീസ് റോഡിന് 1/2 അടി അകലത്തിലാണ് ഷാനവാസിന്റെ വീടുള്ളത്. ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സർവീസ് റോഡിലെ കാനയ്ക്ക് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. രാത്രികാലങ്ങളിൽ അതിവേഗത്തിലെത്തുന്ന ചരക്കു വാഹനങ്ങളും മറ്റും വീടിന്റെ പുറംചുവരിൽ ചെന്നടിക്കുന്ന അവസ്ഥയാണുള്ളത്. ദേശീയപാതയിലെ പ്രധാന റോഡിൽ ഏകദേശം 30 മീറ്റർ പണി പൂർത്തിയാക്കിയാൽ വാഹനങ്ങൾക്ക് നേരെ കടന്നു പോകാനുള്ള സാഹചര്യമുണ്ടാകും. എന്നാൽ ഇരുവശത്തേക്കും ഉള്ള വാഹനങ്ങൾ കിഴക്കേ സർവീസ് റോഡിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത്. ഏതു നിമിഷവും സംഭവിച്ചേക്കാവുന്ന അപകടം മുന്നിൽ കണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. വീടിന് അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് പരാതി. നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ. വരന്തരപ്പള്ളി നന്ദിപ്പുലത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. നന്ദിപ്പുലം
കരുമാലി വീട്ടിൽ മുരളീധരനാണ് തന്റെ വീടും കടയ്ക്കും ഭീഷണിയായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരങ്ങൾ മുറിച്ചു നീക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പരാതി നൽകിയത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും മരങ്ങൾ അപകടകരമായ രീതിയിലെന്ന് കണ്ടെത്തുകയും ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും എടുത്തില്ലെന്നാണ് മുരളീധരന്റെ ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് 2.5 മാസമായി പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങുകയാണ് വീട്ടുടമ. 4 മരങ്ങളാണ് ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലുള്ളത്. മരത്തിന്റെ വേരുകൾ ഇറങ്ങി കടയുടെ ചുമരുകൾക്ക് നാശം സംഭവിക്കുന്ന നിലയിലാണ് നിൽക്കുന്നത്. കാറ്റുവീശിയാൽ ഈ മരങ്ങൾ വീടിന് കടയ്ക്കും മുകളിൽ മറിഞ്ഞു വീണ് കനത്ത നാശനഷ്ടവും ആളപായവും സംഭവിക്കാനിടയുണ്ടെന്ന ഭീതിയിലാണ് മുരളീധരനും കുടുംബവും കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. വിദ്യാർത്ഥികളെ മുഖം മൂടിയണിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ഭീകരവാദികളെ പോലെ മുഖമറച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. പ്രകടനമായെത്തിയ പ്രവർത്തകരെ മാരിയമ്മൻ കോവിലിനു സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ ജലപീരങ്കി ഉപയോഗിച്ചു. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് കണ്ണീർവാതകം പ്രയോഗിക്കുകയായിരുന്നു. സമരത്തെ തുടർന്ന് പ്രദേശത്തെ ഗതാഗതം സ്തംഭിച്ചു. നബിദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി കരയാമുട്ടം CH പള്ളിപ്പുറം മഹലിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വലപ്പാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK സൈഫുദ്ദീൻ ക്ലാസിന് നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് PM കുഞ്ഞുമൊയ്തീൻ, ജനറൽ സെക്രട്ടറി ഷംനാസ് ഷെരീഫ്, ട്രഷറർ MM ഷംസുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി KA ഷെഫീൽ, മഹൽ ഖത്തീബ് മുഹമ്മദ് റാഹി ഗാഗവി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ PM മുഹമ്മദ്, PA ഫൈസൽ, PB അബ്ദുള്ളക്കുട്ടി, KS ജമാലുദ്ദീൻ, അബ്ദുള്ള അൻവരി, KH അഷ്റഫ്, PA ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി. നൂറുൽ ഹിദായ അസ്മി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും നടത്തി. അപ്പോ മക്കളോടൊപ്പം വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ? അവർക്ക് അനുഭവം ഉണ്ടാവണം. അവർക്ക് അനുഭവം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നന്നായി അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയുക. നിങ്ങൾ എന്തോരം പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങളാണോ അവർ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണോ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്? നമ്മളോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇഷ്ടപ്പെടും. പക്ഷെ എത്ര സമയം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്യുന്നു എന്നുള്ളത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. തൃശൂർ രാമനിലയത്തിൽ നടന്ന യോഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീധരൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്, ഗ്രാമപഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, സ്പെഷ്യൽ ഓഫീസർ KG വർഗീസ്, ചീഫ് കൺസർവേറ്റർ Dr. R ആഡലരേഷൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സുവോളജിക്കൽ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മന്ത്രിമാർ യോഗത്തിൽ നിർദ്ദേശം നൽകി. സുവോളജിക്കൽ പാർക്കിന്റെ പ്രധാന ആകർഷണങ്ങളായ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആരംഭിക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. നടത്തറ പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി ഒഴുകുന്ന മണലിപ്പുഴയിൽ ഒരുക്കുന്ന കൈനൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. പദ്ധതിയുടെ ആരംഭം മുതൽ സ്വീകരിച്ച വിവിധ നടപടികളുടെ നാളുവഴിയെക്കുറിച്ച് മന്ത്രി പറഞ്ഞു. 2018 പ്രളയത്തിന്റെ കെടുതികൾക്ക് ശേഷം മണലിപ്പുഴയിലെ വെള്ളം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് കൈനൂർ ചിറയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന തീരുമാനത്തിലെത്തിയതെന്ന് അധ്യക്ഷത വഹിച്ച് സംസാരിക്കവേ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജൻ പറഞ്ഞു. കൈനൂർ ചിറയിൽ മുങ്ങി മരണങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ അവിടെ ഇറങ്ങുന്നവർക്ക് സുരക്ഷ ഒരുക്കേണ്ടതിന്റെ പുഴ വൃത്തിയാക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. മണലി പുഴയ്ക്ക് കുറുകെ കൈനൂരിൽ 10 കോടി രൂപ ചെലവഴിച്ചാണ് യന്ത്രവൽകൃത ഷട്ടറോടുകൂടിയ റെഗുലേറ്ററും വാഹനഗതാഗതത്തിനുള്ള പാലവും ഉൾപ്പെടുന്ന കൈനൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. 10 മീറ്റർ നീളവും 2.7 മീറ്റർ ഉയരവുമുള്ള 4 യന്ത്രവൽകൃത ഷട്ടറുകൾ ഉൾപ്പെടെ മണലിപ്പുഴയുടെ കുറുകെ വരുന്ന 46 മീറ്റർ നീളത്തിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നതോടെ പ്രദേശത്തെ ജലക്രമീകരണം വേഗത്തിൽ നിയന്ത്രിക്കാൻ കൈനൂർ പ്രദേശത്തെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിനും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്
ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാട്ടുകാരുടെ വളരെ കാലത്തെ ആഗ്രഹം പൂർത്തീകരണം കൂടിയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായിരുന്നു. തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മറ്റ് പഞ്ചായത്ത് അധികൃതരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേറ്റുവയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിൽ ആക്രമണം നടത്തിയ തൃപ്രയാർ സ്വദേശി ബിനു സ്വയൻ അറസ്റ്റിൽ. വിവാഹം വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി SN പുരം സ്വദേശി അറസ്റ്റിൽ. കയ്പമംഗലം കോപ്രക്കളം സെന്ററിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തി. വാർത്തകൾ വിശദമായി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.